തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയൊക്കെ വിലയിരുത്താനുള്ള നിർണായകമായ LDF യോഗം ചേരുന്ന ദിവസമായി ഇന്ന്. എല്ലാ പാർട്ടികളും സ്വന്തം നിലയ്ക്ക് നടത്തിയ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് മുന്നണി ചർച്ച ചെയ്യുക. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ഇന്ന് ചർച്ചയാകും. അർജുൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു നിർണായകമായ ഇടതുമുന്നണി യോഗം ചേരുന്ന ദിവസം, നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് മുന്നണി കടന്ന സാഹചര്യത്തിൽ ചേരുന്ന യോഗം. ഈ യോഗത്തിൽ പലവിധമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടി എന്തുകൊണ്ട് ഈ ഒരു പരാജയം ഉണ്ടായി എന്ന കാരണങ്ങളൊക്കെ തിരയാനുള്ള ഗൃഹസന്ദർശനം ആരംഭിക്കാൻ പോവുകയാണ്. മേഖലാ ജാഥകൾ തുടങ്ങാൻ പോവുകയാണ് മുന്നണി. അപ്പോൾ അതിനൊക്കെ മുന്നേ ഉള്ളൊരു യോഗം എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതിനപ്പുറം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്ക് പിന്നാലെ CPM-നും CPI-ക്കും രണ്ട് വിലയിരുത്തലുകളാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും അതേപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ചർച്ചയായെന്നും CPI പറയുമ്പോൾ ഇങ്ങനൊരു വിലയിരുത്തലേ CPM-നില്ല. അപ്പോൾ ഈ വിഷയങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് ഏകാഭിപ്രായത്തിൽ മുന്നണി പോകണം. അതിനൊപ്പമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശവും അതേപോലെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ചർച്ചകളും ഒക്കെയും സജീവമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഒന്നിച്ച് പോകണം. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ സത്യാഗ്രഹ സമരമൊക്കെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്നു. അപ്പോൾ ഈ എല്ലാ വിഷയങ്ങളും ഇന്നത്തെ മുന്നണി യോഗത്തിൽ എങ്ങനെയാകും ചർച്ചയാവുക? വിവരങ്ങൾ എങ്ങനെയാണ് അർജുൻ? സേതു, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട. എന്തുകൊണ്ട് തോറ്റുവെന്ന് എല്ലാ ഘടകകക്ഷികളും പ്രത്യേകമായി തന്നെ പരിശോധിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് അവതരിപ്പിക്കപ്പെടുകയും വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ പരാജയ കാരണങ്ങളിൽ CPI-ക്കും CPI-നും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. മറ്റ് ഘടകകക്ഷികൾക്കും അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് CPI കരുതുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് CPI-എം വിലയിരുത്തിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് CPI-എം സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയത്. പക്ഷേ അങ്ങനെയല്ല. CPI-യുടെ കണ്ടെത്തൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അങ്ങനെ ഒരു എതിരായിട്ടുള്ള വിമർശനമുണ്ട് എന്നതായിരുന്നു CPI-യുടെ കണ്ടെത്തൽ. ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്ത് തീർപ്പിലേക്ക് ഇടതുമുന്നണി എത്തും എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിലെ CPI-യുടെ ന്യായങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ അംഗീകരിക്കപ്പെടുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഇഴകീറിയൊരു പരിശോധനയിലേക്ക് പോയി കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് CPI ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇന്നലെ CPI-യുടെ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും വേണ്ട എന്നാണ് CPI കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഇടതുമുന്നണി യോഗത്തിൽ അത് സംബന്ധിച്ച് ഇഴകീറി പരിശോധന ഉണ്ടാവുകയും പിന്നീട് അത് വീണ്ടും വിവാദവും വാർത്തയും ഒക്കെ ആകുന്ന പശ്ചാത്തലം അവരും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ മിഷൻ 110 മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നുള്ളതാണ് പ്രധാനമെന്ന് CPI-യും കാണുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികൾക്കും സമാന നിലപാടാണുള്ളത്. എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഇന്ന് തീരുമാനിക്കപ്പെടുക. എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കൾ, അതായത് MP ഗോവിന്ദനും ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും നയിക്കുന്ന 3 മേഖലാ ജാഥകൾ തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രി നയിക്കുന്ന സത്യാഗ്രഹ സമരമുണ്ട്. വീടുകൾ കയറിയുള്ള പ്രചാരണം CPI-യും CPM-ഉം ഒക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടിയും മുന്നണിയും കടക്കാനുള്ള തീരുമാനങ്ങളിലേക്കായിരിക്കും കടക്കുക. അതേ സമയത്ത് ഒരു പ്രതിസന്ധിയായി നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ AK ബാലന്റെ പരാമർശം പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇടതുമുന്നണിയെയും പ്രത്യേകിച്ച് CPM-നെയും. അത് മുന്നണിയിൽ ചർച്ച ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. അക്കാര്യം ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം തന്നെയായിരിക്കും മുന്നണി യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട.